മസൂർ ദാൽ അതാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു ചെറിയ 2 വിസിലിന് വേവിച്ചു. അതിനുശേഷം അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് രാവിലെ മുതൽ കുറച്ച് വിശേഷമാണ്. രാവിലെ തന്നെ ചായ വെച്ചു. പിന്നെ രാവിലെ ഇന്ന് അപ്പം വെള്ളയപ്പവും മുട്ട റോസ്റ്റുമായിരുന്നു. അപ്പം അത് ഉണ്ടാക്കുന്നുണ്ട്. ലുലു മാളിൽ പോയപ്പം അവിടുന്ന് ഫ്രഷ് കണ്ടിട്ട് വാങ്ങിയതാണ് കുറച്ച് പച്ചക്കറി. അപ്പം അതിൽ ചീര വെക്കാൻ എടുക്കുന്നുണ്ട്. അപ്പം ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചീരത്തണ്ട് ചിലത് നമുക്ക് ഇച്ചിരി മൂത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ നാരും, അതായത് നമ്മൾ മുരിങ്ങക്കായൻ്റെ തൊലി കളയുന്ന പോലെ നമ്മൾ ഈ നാരൊന്ന് വലിച്ച് കളഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. അത് നമുക്ക് ചാറ് കറിയാണെങ്കിലും തോരനിലാണെങ്കിലും പിന്നെ ഇടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മൂത്തതാകുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. ഇതിങ്ങനെ ചെയ്താൽ ഇപ്പോൾ ചുമന്ന ചീരയുടെ ആണെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടാണ് ഉണ്ടല്ലോ. അപ്പം തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പം ഞാനിത് പരിപ്പും മുരിങ്ങ തണ്ടും ഇട്ടിട്ട് ഒരു ഒഴിച്ച് കറി വെക്കുന്നുണ്ട്. അതിന് വേണ്ടി അരിയുന്നുണ്ട്. പിന്നെ കുറച്ച് ഇതിൽ നിന്ന് തോരനിടാൻ വേണ്ടി അതും അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ചീരത്തോരൻ, ചീര മുട്ടത്തോരനാണ്. ചീരയും കോഴിമുട്ടയും ഇട്ടിട്ട് തോരൻ വെക്കുന്നത്. പരിപ്പും ചീരത്തണ്ടും ഇട്ടിട്ടുള്ള ഒരു ചാറ് കറിയാണ്, ഒഴിച്ച് കറി. അതിനുവേണ്ടി ചുമന്ന പരിപ്പ് മസൂർ ദാൽ അതാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു ചെറിയ തക്കാളി, ഒരു 2-3 കഷ്ണം ഉള്ളിയും പച്ചമുളക് 2 പച്ചമുളകും ഇട്ടിട്ട് 2 വിസിലിന് വേവിച്ചു. അതിന് ശേഷം വേണ്ടി ചീരത്തണ്ട് ഇട്ടിട്ട് 2 വിസിലും കൂടി വേവിച്ചു. അതിലോട്ട് ഒരു 1/4 മുറി തേങ്ങ അരച്ച് ചേർത്തു. പിന്നെ കാച്ചി വെച്ചു. ഇവിടെ മീൻകറി ഞാൻ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കളറ്. 2 സ്പൂൺ കാശ്മീരി മുളകും ഒരു 1.5 സ്പൂൺ സാദാ മുളക് പൊടിയും ഇട്ടിട്ട് പിന്നെ തക്കാളിയും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട്. അതെ അതെ, നിനക്ക് എന്താ ജോലി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചു പേർക്കെങ്കിലും ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ. രാവിലെ ഭക്ഷണം എന്തുണ്ടാക്കണം എന്ന് തലേദിവസം രാത്രിയിൽ ആലോചിക്കും. പുട്ടും കടലയും വേണമെങ്കിൽ കടല തലേദിവസം തന്നെ വെള്ളത്തിലിടണം എന്ന് പറയുന്നത് പോലെ ഓരോ കാര്യത്തിനും നമ്മൾ എത്രയോ മുൻകൂട്ടി ആലോചിക്കണം. വീട്ടിലെ പണികൾ അത്ര പെട്ടെന്നൊന്നും കഴിയാറില്ല.